അപ്പം എന്തായാലും അതിനൊരു തീരുമാനമായി എന്നാണ് പലരും പറയുന്നത്. എന്തായാലും നമ്മുടെ ദിമിത്രിയോസും അതുപോലെ തന്നെ വിഷ്ണുവും ജീക്സണും ഗില്ലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം എന്നൊക്കെ നമ്മൾ ചുമ്മാ കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നവന്മാരെല്ലാവരും കൂടെ നമ്മുടെ പ്ലേ ഓഫ് സാധ്യതയ്ക്ക് ഒരു പരിധി വരേക്കും അറുതി വരുത്തി എന്നുള്ളതാണ് കേട്ടോ. അല്ല, സത്യമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, ഇനി അപ്പോൾ ബാക്കിയുള്ള ടീമുകളെ തോൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ, അതായത് പ്ലേ ഓഫിലേക്ക് എത്തുമോ ഇല്ലയോ, ഇനി ചാൻസസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്പോർട്സ് റിവ്യൂ ആണ്. വെൽക്കം ടു ആൻഡ് ടോക്കി. സ്പോർട്സ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. സോ വെൽക്കം ബാക്ക്. അങ്ങനെ അതിനൊരു തീരുമാനമായി എന്നാണ് എല്ലാവരും, അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ പറയുന്നത്. ഏകദേശം നമ്മുടെ ഈ സീസണിൻ്റെ അവസാനമാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് ബംഗാൾ ആയിട്ടുണ്ടായിരുന്ന മത്സരം എന്നാണ് എല്ലാവരുടെയും ഒപ്പീനിയൻ. പക്ഷെ എന്നാലും ഞാൻ അതിനെ വേറൊരു ലെവലിലേക്കും കൂടെ ഒന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡ് ടോക്കീസ്. ആൻഡ് നമ്മുടെ 5K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഇനി അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്ലേ ഓഫ് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ, അതായത് ലോജിക്കലി തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ISLൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒരു അവസ്ഥ അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയാൻ പറ്റിയൊരു മറുപടി ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് 3 പോയിന്റ് എടുക്കേണ്ടിയിരുന്ന ഈസ്റ്റ് ബംഗാളിൽ നിന്ന് നമുക്ക് അത് നഷ്ടമായി എന്നുള്ളതാണ് അല്ലേ. പക്ഷേ ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതും, അതായത് സ്പോർട്സിലും ഫുട്ബോളിലും എല്ലാത്തിലും ഉള്ള ഒരു സാധനം തന്നെയാണ്, ലൈഫിലും വെക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് അവസാനം വരേക്കും ദർ ഈസ് എ ഹോപ്പ്, ദർ ഈസ് എ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതി തള്ളാനും പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ മത്സരങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 30-ാം തീയതി നമ്മൾ ചെന്നൈയിൻ FC-യുമായിട്ടാണ് മത്സരിക്കുന്നത്. അത് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ, പിന്നെ FC ഗോവ, ജംഷഡ്പൂർ, മുംബൈ സിറ്റി, ഹൈദരാബാദ്. ഇതിലാകെ ഹൈദരാബാദും ചെന്നൈയും മാത്രമാണ് ടേബിളിൽ നമ്മുടെ താഴെ നിൽക്കുന്ന ആകെയുള്ള 2 ടീം. ബാക്കി എല്ലാവരും ടേബിൾ ടോപ്പേഴ്സ് ആണ് എന്നുള്ളതാണ് ഇതിൽ വേറൊരു ഹൈലൈറ്റ് കേട്ടോ. മുംബൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓൾമോസ്റ്റ് ഇവരുടെ എല്ലാവരുടെയും ഫോം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കിട്ടില്ല ഫോമിലും ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത വരുന്ന ചെന്നൈയുമായിട്ടുള്ള മത്സരം മാത്രമാണ് ഈ സീസണിൽ ഫസ്റ്റ് ലെഗിൽ നമ്മൾ തോൽപ്പിച്ചിട്ടുള്ളൊരു ടീം എന്നുള്ളൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ബാക്കി ഉള്ള ടീമുകളുമായിട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ലെഗിൽ തോറ്റിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പം എന്ന് പറഞ്ഞത് കൊണ്ട് ചെന്നൈയെ അങ്ങ് ഈസി ആയിട്ട് നമുക്ക് കണ്ട് ചെന്നൈക്കെതിരെ നമുക്ക് 3 പോയിന്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഡിഫൻസ് ടൈറ്റ് ആക്കാതെ ഒരു ടീമും ഇന്ന് വരെയും ഒരു മത്സരവും ജയിച്ച ചരിത്രവും ഇല്ല. അത് തന്നെയാണ് നമുക്ക് പറ്റിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഡിഫൻസ് എത്ര ലൂസാക്കുന്നോ അത്രമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ ടീമിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെഗിൽ നമ്മൾ ആരെയൊക്കെ തോൽപ്പിച്ചോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് സെക്കൻഡ് ലെഗിൽ നല്ല രീതിയിൽ അടി വാങ്ങുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ലെഗിൽ നമ്മൾ 2-1 തോൽപ്പിച്ചു. ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ 2-1 തോൽവി വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അത് തന്നെ ആയിരിക്കുമോ ചെന്നൈയിൻ FC-യുമായിട്ട് നമ്മൾ പോകുമ്പോൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് ഇൻ TG പുരുഷോത്തമൻ ആൻഡ് തോമാച്ചൻ. ബിക്കോസ് അവർക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടു, പുരുഷവും തോമാച്ചനും കൂടെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാക്കാവുന്നതാണ്. എന്താണ് നമ്മുടെ ടീം ആക്ച്വലി ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാം. ഡിഫൻസ് ഭയങ്കര പ്രശ്നം തന്നെയാണ്. സെൻറ്റർ ബാക്കായിട്ടുള്ള നമ്മുടെ മിലോസിനെ കൊണ്ട് പലപ്പോഴും പലതും പറ്റുന്നില്ല. പുള്ളി ഒരു വേറൊരു സ്റ്റൈൽ പ്ലെയറാണ്. ആ പുള്ളി നമ്മൾ ഒരുപാട് ഫ്രണ്ടിലേക്ക് ഇറക്കി കളിപ്പിച്ച് കഴിയുമ്പോൾ ബാക്കിൽ ചില സമയത്ത് ആ വിഷ്ണുവിൻ്റെ ഫസ്റ്റ് ഗോൾ എടുത്ത് നോക്കിയാൽ മതി, പുള്ളിയെ കാണാനില്ല. അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഡിഫൻസിൽ പുള്ളി മാത്രമല്ല, എന്നാലും ഞാൻ പുള്ളിയുടെ തലയിലേക്ക് ഒന്ന് കൂടുതൽ കൊടുക്കുകയാണ്. ഇനി ഗോൾ കീപ്പർ, എൻ്റെ പൊന്നിഷ്ട സച്ചിൻ പലപ്പോഴും പല നല്ല സേവുകൾ നടത്തുന്നുണ്ട്. സച്ചിൻ നമുക്ക് ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ്. പക്ഷേ ഡീപ്പായിട്ടുള്ള സിറ്റുവേഷൻസിൽ മിസ്റ്റേക്സ് ഉണ്ടാക്കുക എന്നുള്ളത് സച്ചിൻ്റെ സ്ഥിരം പല്ലവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ ഇനിയും പരിതാപകരമായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നല്ല ഫോർവേഡ് ഉണ്ടായിട്ടും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂണയുടെ പ്ലേയിങ് സ്റ്റൈലും നോവയുടെ പ്ലേയിങ് സ്റ്റൈലും ഏകദേശം സിമിലർ ആവുകയാണെന്നുള്ളതാണ്.
അപ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലുള്ള പ്ലേയേഴ്സിന് ഒരുപാട് പ്രഷറും അതുപോലെ തന്നെ വർക്ക് ലോഡും വന്ന് കയറുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ബോൾ വെച്ച് ഒന്ന് അവരുടേതായിട്ടുള്ള ഫ്രീ സ്റ്റൈലിൽ കളിച്ച് പാസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്തോ ഒക്കെ കളിക്കുന്ന താരങ്ങളാണ്. ഇവർ രണ്ടുപേരും ഒരേപോലെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ രണ്ട് പൊസിഷനും ഫ്രീ ആവുന്നുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് എങ്ങാനും നമ്മുടെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്ന് എതിർ ടീമിന് ബോൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് പൊട്ടിപ്പോവാണെന്നുള്ളതാണ്. പിന്നെ പോരാത്തതിന് ഡിഫൻസിൻ്റെ കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയണ്ടല്ല. അതും കൂടെ ആകുമ്പോഴേക്കും പൂർത്തിയാവുക എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് കാരണം ഈ രണ്ട് പ്ലേയേഴ്സിനെയും ഒരുമിച്ച് പരീക്ഷിക്കാതെ ഒന്ന് മാറ്റി പരീക്ഷിച്ചൂടെ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇനി സീസണിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് ചുമ്മാ പ്രതീക്ഷിക്കാം ചെന്നൈക്കെതിരെ നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ അങ്ങോട്ടുള്ള മത്സരങ്ങൾ ഭയങ്കര ടഫും. ആൻഡ് അവസാന മത്സരം ആർക്കെതിരെയാണ്? ഹൈദരാബാദിനെതിരെയാണ്. ഈ ഹൈദരാബാദിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോച്ചായിട്ട് നിൽക്കുന്ന ആൾ മലയാളി. ഇനി അത് മാത്രമല്ല ക്യാപ്റ്റൻ ഒരു മലയാളി. 7 താരങ്ങളോളം മലയാളി താരങ്ങളുള്ള ഒരു ടീം. ഇനി അതും പോരാണ്ട് ISL അവർ ട്രോഫി നോക്കിയിരിക്കുന്നത് ഒരു മലയാളി ടീമായ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടും. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്കെതിരെ മത്സരിക്കുമ്പോൾ അവർ കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് ഹൈദരാബാദ് ഒട്ടും അവരുടെ സ്കോഡ് വെച്ച് ഇത്രയും പെർഫോം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ലിമിറ്റിൽ കൂടുതൽ അവർ ശ്രമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്ലേ ഓഫ് സമയത്ത് നമുക്കൊരിക്കലും ഹൈദരാബാദിനെ കുറച്ച് കാണാനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആകെ കൂടെ പ്രശ്നങ്ങളോട് പ്രശ്നമാണെന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിൽ ദ ലാസ്റ്റ് മാച്ച് നമുക്ക് അവസരങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാൻസസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോപ്പ് കളയണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഇനി നമുക്ക് മറ്റ് ടീമുകളുടെ പെർഫോമൻസ് ബാധിക്കും. നമ്മുടെ പോയിൻറ്റ്സ് ഉറപ്പായിട്ടും കിട്ടണം. കാരണം നമുക്കിനി ഡ്രോ പോലും പോരാ, വിജയങ്ങൾ തന്നെ കിട്ടണം. അത് എത്രമാത്രം നടക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ നമ്മൾ വീണ്ടും പോയി വീണിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മൾ പോയിന്റ് എടുക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ കുറച്ചും കൂടെ ടേബിൾ നമുക്ക് ഒരു സേഫ് സോണിലേക്ക് നമ്മൾ എത്തുമായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മളൊരു പ്രഷർ സോണിലേക്ക് നമ്മൾ കയറി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം എന്തൊക്കെയായിരിക്കും ഈ സീസണിൽ ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് കൂടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം 5K മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ചിൽ കുപ്പിച്ചിൽ.